ഹലോ എവ്രി വൺ, വെൽക്കം ടു ഹൈഡ്രജൻ അക്കാഡമി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടി ആയിട്ടുള്ള മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടറാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടറിൻ്റെ ട്രെൻഡ് അക്രോസ് എ പീരീഡ് ആൻഡ് ഡൗൺ എ ഗ്രൂപ്പുള്ള ട്രെൻഡ് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മെറ്റാലിക് ക്യാരക്ടർ നോക്കാം. അപ്പം മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? elements that have tendency to lose valence electrons and form positive ions are considered as metals. ഇപ്പോൾ നമ്മളൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതായത് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്ന എന്തിനാണ് ഒരു എലമെൻറ്റ്? അതിന് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് പോസിറ്റീവ് അയോൺസ് ആയിട്ട് മാറാനുള്ള ടെൻഡൻസി ഉള്ള എലമെൻറ്റ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സോഡിയം എടുക്കാം. സോഡിയം അറ്റോമിക് നമ്പർ 11 അല്ലേ? ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 281. അപ്പം ഇതിന് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുക എന്നുള്ളത്. സോ അത് ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അത് സോഡിയം അയോൺ Na+ ആയിട്ട് മാറും അല്ലേ? പോസിറ്റീവായിട്ടുള്ളൊരു അയോൺ ഫോം ചെയ്തു. അപ്പം ഇങ്ങനത്തെ ടെൻഡൻസി ഉള്ള എലമെൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തിട്ട് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് ടെൻഡൻസി ഉള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗുഡ് റെഡ്യൂസിങ് ഏജൻസ് ആയിരിക്കും. ഇങ്ങനത്തുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്ത് പോസിറ്റീവ് അയോണായിട്ട് മാറാനുള്ള ടെൻഡൻസി ഉള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് റെഡ്യൂസിങ് ഏജൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മെറ്റൽസ് എന്തായിരിക്കും? മെറ്റൽസും ഗുഡ് റെഡ്യൂസിങ് ഏജൻസ് ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എപ്പോഴും എക്സാംസിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണെങ്കിൽ എന്താണ്? അതിൻ്റെ റെഡ്യൂസിങ് പവറും കൂടുതലായിരിക്കും. ഓക്കെ, റെഡ്യൂസിങ് ഏജൻറ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് മാറുമ്പോൾ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണെങ്കിൽ. ഓക്കെ, അപ്പം മെറ്റൽസ് എടുത്താൽ മെറ്റൽസ് ഗുഡ് റെഡ്യൂസിങ് ഏജൻസ് ആയിരിക്കും. ഇനി മെറ്റാലിക് ക്യാരക്ടറിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ് അറ്റോമിക് സൈസ്, കണക്ക് തന്നെ ന്യൂക്ലിയർ ചാർജ്. നമ്മളൊരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുക മീൻസ് എന്താണ്? അതിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യും അല്ലേ? പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിന് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? അതിനടുത്തോട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ടെൻഡൻസി ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസിനടുത്തോട്ട് പുള്ള് ചെയ്യും. അങ്ങനെ പുള്ള് ചെയ്യുന്ന സമയത്ത് ഔട്ടർ മോസ്റ്റ് ഷെല്ലെന്ന് പറയുന്നത് എന്ത് ചെയ്യും? ന്യൂക്ലിയസിന് ക്ലോസ് ആയിട്ട് വരും അല്ലേ? ക്ലോസ് ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? അറ്റോമിക് സൈസ് റെഡ്യൂസ് ആവും. ആണ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇലക്ട്രോൺസിനെ അതിനടുത്തോട്ട് പുള്ള് ചെയ്ത് നിർത്താനുള്ള ടെൻഡൻസിയാണ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈസിലി ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാൻ പറ്റുമോ? അറ്റോമിക് സൈസ് കുറഞ്ഞാലോ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്താലോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇലക്ട്രോൺസിനെ ഈസിലി റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈസിലി ലൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ മെറ്റാലിക് ക്യാരക്ടർ അപ്പം എന്ത് ചെയ്യും? കുറയും. അതേസമയം ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്താൽ എന്ത് പറ്റും? അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പം അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഷെൽ എന്തായിരിക്കും? നല്ല ഡിസ്റ്റൻസിലായിരിക്കും. അപ്പം ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഇലക്ട്രോൺസിന് ഈസിലി റിമൂവ് ചെയ്താൽ എന്താവും? ഗുഡ് മെറ്റൽസ് ആയിരിക്കും അല്ലേ? മെറ്റാലിക് ക്യാരക്ടർ കിട്ടും. അത് ന്യൂക്ലിയർ ചാർജും ഡിക്രീസ് ചെയ്യുകയും അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്താൽ മെറ്റാലിക് ക്യാരക്ടർ കൂടും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുകയും അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുകയും ചെയ്താൽ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഒരു ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെയായിരിക്കും മെറ്റാലിക് ക്യാരക്ടറിൻ്റെ ട്രെൻഡ് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു പീരീഡ് എടുക്കാം. പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ റോസ് ഇൻ എ പീരിയോഡിക് ടേബിൾ. ഒരു പീരിയോഡിക് ടേബിളിലുള്ള ഇതേപോലത്തെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസിനെയാണ് പീരീഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു പീരീഡിൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് അക്രോസ് എ പീരീഡ്. അപ്പം ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ അക്രോസ് ഒരു പീരീഡ് പോകുന്ന സമയത്ത് എന്താണ്? നമ്പർ ഓഫ് ഷെൽസ് എങ്ങനെയായിരിക്കും? ആറ്റത്തിലുള്ള നമ്പർ ഓഫ് ഷെൽസ് സെയിം ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് ഷെൽസ് റിമൈൻസ് ദ സെയിം ആയിരിക്കും.
സോ ന്യൂക്ലിയർ ചാർജ് എങ്ങനെയായിരിക്കും? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് എക്രോസ് ഒരു പീരീഡ് പോകുന്ന സമയത്ത്. അക്രോസ് ഒരു പീരീഡ് പോകുമ്പം അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യും. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യാൻ മീൻസ് അറ്റോമിക് നമ്പർ എന്തിന് ഈക്വലാണ്? പ്രോട്ടോൺ നമ്പറിന് ഈക്വലാണ്. അറ്റോമിക് നമ്പർ പ്രോട്ടോൺ നമ്പർ ഈക്വലാണ്. അപ്പോൾ പ്രോട്ടോൺ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അതിന് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് എന്ത് ടെൻഡൻസി ഉണ്ടാവും? ന്യൂക്ലിയസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനടുത്തോട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന് അതിനടുത്തോട്ട് പുള്ള് ചെയ്യും. അങ്ങനെ പുള്ള് ചെയ്യുമ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്താവും? ഔട്ടർ മോസ്റ്റ് ഷെല്ലെന്ന് പറയുന്നത് ന്യൂക്ലിയസിന് എന്ത് ചെയ്യും? ക്ലോസ് ആയിട്ട് വരും അല്ലേ? ന്യൂക്ലിയസിന് ക്ലോസ് ആയിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും? സൈസ് ഓഫ് ദ ആറ്റം അല്ലെങ്കിൽ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇക്രോസ് ഒരു പീരീഡിൽ നമ്പർ ഓഫ് ഷെൽസിന് എഫക്റ്റ് ഒന്നുമില്ല. നമ്പർ ഓഫ് ഷെൽസ് റിമൈൻസ് സെയിം ആയിരിക്കും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസിങ് ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റ് കൊണ്ട് ന്യൂക്ലിയസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺസിനെ അതിനടുത്തോട്ട് പുള്ള് ചെയ്ത് നിർത്തും. അങ്ങനെ പുള്ള് ചെയ്യുമ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ല് ന്യൂക്ലിയസിന് കൂടുതൽ ക്ലോസ് ആയിട്ട് വരും. അങ്ങനെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ എന്ത് പറ്റും? സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ എന്ത് സംഭവിച്ചു? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തു. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തു. അറ്റോമിക് സൈസ് എന്ത് ചെയ്തു? അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്തു. മീൻസ് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള ആറ്റത്തിൻ്റെ ടെൻഡൻസി അവിടെ കുറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യുക? മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്രോസ് ഒരു പീരീഡ് പോകുന്ന സമയത്ത് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആറ്റം മെറ്റലായിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? മെറ്റലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തോളൂ. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്ത് അറ്റോമിക് സൈസ് റെഡ്യൂസ് ചെയ്താൽ ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കാനുള്ള ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. സോ മെറ്റാലിക് ക്യാരക്ടർ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എക്രോസ് ഒരു പീരീഡ് 2 എടുത്താൽ പീരീഡ് 2 വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. അപ്പം ഫ്രം ലിഥിയം ടു ഫ്ലൂറിൻ നമ്മൾ പോകുന്ന സമയത്ത് എന്തായിരിക്കും? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യും. സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തിട്ട് അവർ അറ്റോമിക് സൈസ് കുറയും. സോ എന്താണ്? മെറ്റാലിക് ക്യാരക്ടർ ഫ്രം ലിഥിയം ടു ഫ്ലൂറിൻ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പം ഇതിനകത്ത് മോസ്റ്റ് മെറ്റാലിക് നേച്ചർ ഉള്ളത് പീരീഡ് 2 ലിഥിയത്തിനായിരിക്കും. ഓക്കെ, ലിഥിയം ആയിരിക്കും മോസ്റ്റ് മെറ്റാലിക് നേച്ചർ കാണിക്കുന്ന ആറ്റം എന്ന് പറയുന്നത് പീരീഡ് 2. ഇപ്പോൾ ട്രെൻഡ് എങ്ങനെയായിരിക്കും? ലിഥിയം ഗ്രേറ്റർ ദാൻ ബെറിലിയം, ഗ്രേറ്റർ ദാൻ ബോറോൺ, ഗ്രേറ്റർ ദാൻ കാർബൺ, ഗ്രേറ്റർ ദാൻ നൈട്രജൻ, ഗ്രേറ്റർ ദാൻ ഓക്സിജൻ, ഗ്രേറ്റർ ദാൻ ഫ്ലൂറിൻ. ഇങ്ങനെയായിരിക്കും അക്രോസ് പീരീഡ് 2 ഉള്ള മെറ്റാലിക് ക്യാരക്ടറിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത്. പീരീഡ് 3 എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ ഇവരായിരിക്കും പീരീഡ് 3 വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിലും എങ്ങനെയായിരിക്കും? ക്രോസ് ഒരു പീരീഡ് പോകുന്ന സമയത്ത് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും, അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യും. സോ ഇലക്ട്രോൺ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. മോസ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത് ആർക്കായിരിക്കും? സോഡിയത്തിനായിരിക്കും മെറ്റാലിക് ക്യാരക്ടർ കൂടുതൽ. ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ സോഡിയത്തിനായിരിക്കും. അപ്പം ട്രെൻഡ് എങ്ങനെയായിരിക്കും? സോഡിയം ഗ്രേറ്റർ ദാൻ മഗ്നീഷ്യം, ഗ്രേറ്റർ ദാൻ അലുമിനിയം, ഗ്രേറ്റർ ദാൻ സിലിക്കൺ, ഗ്രേറ്റർ ദാൻ ഫോസ്ഫറസ്, ഗ്രേറ്റർ ദാൻ സൾഫർ, ഗ്രേറ്റർ ദാൻ ക്ലോറിൻ. ഇങ്ങനെയായിരിക്കും അക്രോസ് പീരീഡ് 3 മെറ്റാലിക് ക്യാരക്ടറിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഒരു ഗ്രൂപ്പിൽ പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും മെറ്റാലിക് ക്യാരക്ടറിൻ്റെ ട്രെൻഡ് എന്ന് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ കോളംസ് ഇൻ എ പീരിയോഡിക് ടേബിൾ. ഒരു പീരിയോഡിക് ടേബിൾ എടുത്താൽ അതിനകത്തുള്ള വെർട്ടിക്കലായിട്ടുള്ള താഴോട്ട് പോകുമ്പോൾ ഡൗൺ പോകുമ്പോൾ കാണുന്ന വെർട്ടിക്കൽ കോളംസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെയായിരിക്കും? ഒരു ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പം ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഡൗൺ പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് ഷെൽസ്, ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് ഷെൽസ് എന്ത് ചെയ്യും? നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ന്യൂക്ലിയർ ചാർജും എങ്ങനെയായിരിക്കും? ന്യൂക്ലിയർ ചാർജ് നമ്മൾ ഡൗൺ എ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. കാരണം ഒരു ഗ്രൂപ്പിൽ ഡൗൺ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? അറ്റോമിക് നമ്പർ കൂടും. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുക? ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റിനേക്കാളും ഒരു ഗ്രൂപ്പിൽ ഡൗൺ പോകുന്ന സമയത്ത് ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റിന് ആര് ഓവർവെയ് ചെയ്യും?
നമ്പർ ഓഫ് ഷെൽസിൻ്റെ എഫക്റ്റ് ഓവർവേ ചെയ്യും. അതായത് നമ്മളൊരു ഡൗൺ എ ഗ്രൂപ്പിൽ പോകുന്ന സമയത്ത് ഷെൽസ് കൂടും. അപ്പം നമ്മളിപ്പോൾ ന്യൂക്ലിയസിൽ ചുറ്റും ഷെൽസ് ഉണ്ടല്ലേ. അപ്പം ഈ ന്യൂക്ലിയസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലുമായിട്ടുള്ള അട്രാക്ഷന് ഈ ഇന്നറായിട്ടുള്ള ഷെൽസ് പ്രിവെൻറ്റ് ചെയ്യും. അതായത് ഇന്നറായിട്ടുള്ള ഷെൽസ് ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്തിട്ട് അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺസിന് അട്രാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പം അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റിനെക്കാട്ടിലും നമ്പർ ഓഫ് ഷെൽസിൻ്റെ ഇൻക്രീസ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. സോ സൈസ് ഓഫ് ദ ആറ്റം ഡൗൺ എ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ സൈസ് കൂടുക, അത് മീൻസ് എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ല് ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടി വരും. അപ്പം അങ്ങനെ കൂടുന്ന സമയത്ത് എന്താണ്, ന്യൂക്ലിയസിന് ഇലക്ട്രോണിനോടുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. അപ്പം ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയസ് ആൻഡ് വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. സോ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും, മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. മീൻസ് ഇലക്ട്രോൺസിനെ ഈസിലി ലൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഗ്രൂപ്പ് വണ്ണ് എന്താണ്, ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് ആരൊക്കെയാണ്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. അപ്പം ലിഥിയത്തിൽ നിന്ന് ഫ്രാൻസിയത്തിലോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യും, സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. സോ എന്ത് പറ്റും, ഡൗണിൽ പോകുന്ന സമയത്ത് സൈസ് ഇൻക്രീസ് ചെയ്താൽ അതിന് ഈസിലി ഇലക്ട്രോൺസിനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ ഈസിലി ലൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എന്ത് ചെയ്യും, മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ എ ഗ്രൂപ്പിൽ പോകുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ഗ്രൂപ്പ് 1 എടുത്താൽ ഏറ്റവും മെറ്റാലിക് നേച്ചർ കാണിക്കുന്ന ആരായിരിക്കും, ഫ്രാൻസിയം ആയിരിക്കും. ലീസ്റ്റ് മെറ്റാലിക് ആരായിരിക്കും, ലിഥിയം ആയിരിക്കും ലീസ്റ്റ് ആയിട്ട് മെറ്റാലിക് നേച്ചർ കാണിക്കുന്നത്. മോസ്റ്റ് മെറ്റാലിക് നേച്ചർ കാണിക്കുന്നത് ഫ്രാൻസിയം ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ ഗ്രൂപ്പ് 2 എടുക്കുക. ഗ്രൂപ്പ് 2 ബെറിലിയം ടു ബേരിയം പോകുന്ന സമയത്ത്, ഡൗൺ എ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് എന്തായിരിക്കും, സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യുമല്ലേ. സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യുമ്പോൾ അറ്റോമിക് സൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈസിലി ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. സോ ബേരിയം ആയിരിക്കും ഏറ്റവും മോസ്റ്റ് മെറ്റാലിക് നേച്ചർ കാണിക്കുന്നത് ഗ്രൂപ്പ് 2-ൽ. ബെറിലിയം ആയിരിക്കും ലീസ്റ്റ് മെറ്റാലിക് നേച്ചർ ഗ്രൂപ്പ് 2-ൽ കാണിക്കുന്നത്. ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2-ൻ്റെ ട്രെൻഡ് പറയുകയാണെങ്കിൽ, ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസ് എങ്ങനെയായിരിക്കും, ലിഥിയം ആയിരിക്കും ഏറ്റവും മെറ്റാലിക് ക്യാരക്ടർ കുറവ്. അപ്പോൾ ലിഥിയം ലെസ് ദാൻ, സോഡിയം ലെസ് ദാൻ, പൊട്ടാസ്യം ലെസ് ദാൻ, റുബീഡിയം ലെസ് ദാൻ, സീഷ്യം ലെസ് ദാൻ, ഫ്രാൻസിയം. ഇതായിരിക്കും ഗ്രൂപ്പ് 1-ൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് 2-ൽ ബെറിലിയം ലെസ് ദാൻ, മഗ്നീഷ്യം ലെസ് ദാൻ, കാൽഷ്യം ലെസ് ദാൻ, സ്ട്രോൺഷ്യം ലെസ് ദാൻ, ബേരിയം. മോസ്റ്റ് മെറ്റാലിക് ബേരിയവും ലീസ്റ്റ് മെറ്റാലിക് ബെറിലിയം ആയിരിക്കും ഗ്രൂപ്പ് 2-ൽ. അടുത്തായിട്ട് നമുക്ക് നോൺ മെറ്റൽസ് എന്താണെന്ന് നോക്കാം. നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എലമെൻറ്റ്സ് ദാറ്റ് ഹാവ് ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺസ് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദെയർ ഒക്ടറ്റ്. അപ്പം മെറ്റൽസിന് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ. മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള എലമെൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ നോൺ മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എലമെൻറ്റ്സ് ദാറ്റ് ഹാവ് ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺസ് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദെയർ ഒക്ടറ്റ് ആർ കൺസിഡേർഡ് ആസ് നോൺ മെറ്റൽസ്. മെറ്റൽസിനെ പോലെ തന്നെ നോൺ മെറ്റാലിക് ക്യാരക്ടറിനെയും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും, അറ്റോമിക് സൈസും ന്യൂക്ലിയർ ചാർജും ആയിരിക്കും. ഓക്കെ, നമുക്ക് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും എന്തായിരിക്കും, തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അങ്ങനെ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനോട് ന്യൂക്ലിയസിനുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. സോ ആ ഇലക്ട്രോൺസിന് ഈസിലി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ലൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺസിനെ ഈസിലി ലൂസ് ചെയ്താൽ എന്ത് ചെയ്യും, മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. മീൻസ് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് ഇൻ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുക. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തു, അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്തു. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തു, അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്തു. എന്ത് പറ്റും, അറ്റോമിക് സൈസ് കുറവാണ്, ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. ആ ടൈപ്പിൽ എന്താണ്, ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും.
ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് അതിനടുത്തോട്ട് ടൈറ്റ്ലി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഇലക്ട്രോൺസിനെ വിട്ടു കൊടുക്കാനുള്ള ടെൻഡൻസി അവിടെ കുറവായിരിക്കും. പക്ഷേ ന്യൂക്ലിയസിന് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ മേടിക്കാനുള്ള ടെൻഡൻസി അവിടെ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആറ്റത്തിൻ്റെ സൈസ് കുറയുവാണെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ആറ്റത്തിൻ്റെ സൈസ്, അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. ഈ നോൺ മെറ്റാലിക് ക്യാരക്ടറിൻ്റെ ട്രെൻഡ് എക്രോസ് എ പീരീഡ് ആൻഡ് ഡൗൺ എ ഗ്രൂപ്പ് നോക്കാം. എക്രോസ് ഒരു പീരീഡ് എങ്ങനെയായിരിക്കും, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് എക്രോസ് എ പീരീഡ്. മെറ്റാലിക് ക്യാരക്ടറിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. മെറ്റാലിക് ക്യാരക്ടർ ആണെങ്കിൽ എന്തായിരിക്കും, മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. എക്രോസ് ഒരു പീരീഡ് പോകുന്ന സമയത്ത് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുമായിരിക്കും, നോൺ മെറ്റാലിക് ക്യാരക്ടർ അപ്പം ഇൻക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. എക്രോസ് ഒരു പീരീഡ് പോകുമ്പോൾ എന്താണ്, അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യും അല്ലേ. ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, ന്യൂക്ലിയസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺസിനെ അതിൻ്റെ അടുത്തോട്ട് ടൈറ്റ്ലി ഹോൾഡ് ചെയ്തിരിക്കുമായിരിക്കും. ടൈറ്റ്ലി ഹോൾഡ് ചെയ്തിരിക്കുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കുറയും. അപ്പം ആ ആറ്റങ്ങൾക്ക് എന്തായിരിക്കും, ഇലക്ട്രോണിനെ ഒരിക്കലും റിലീസ് ചെയ്യാൻ, ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. എപ്പോഴും അവർക്ക് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനായിട്ട്, ന്യൂക്ലിയസിന് ഇനിയും ഇലക്ട്രോൺസിനെ അതിന് വാങ്ങിച്ച് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും ഉള്ള ടെൻഡൻസി ആയിരിക്കും ആർക്കുണ്ടാവുക, സൈസ് കുറഞ്ഞ, അറ്റോമിക് സൈസ് കുറഞ്ഞ ആറ്റങ്ങൾക്കുണ്ടാവുക. അപ്പോൾ എക്രോസ് ഒരു പീരീഡ് പോകുന്ന സമയത്ത് എന്ത് പറ്റും, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമ്മൾ പീരീഡ് 2 എടുത്തു. പീരീഡ് 2 എടുത്തപ്പോൾ നമ്മൾ മെറ്റാലിക് ക്യാരക്ടർ പറഞ്ഞു മോസ്റ്റ് മെറ്റാലിക് ലിഥിയവും ലീസ്റ്റ് മെറ്റാലിക് എന്ന് പറയുമ്പോഴത്തേക്കും നിയോൺ, ഫ്ലൂറിൻ, നിയോൺ അതൊക്കെ ആയിരിക്കും ലീസ്റ്റ് മെറ്റാലിക് നേച്ചർ കാണിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നോൺ മെറ്റാലിക് നേച്ചറിൻ്റെ കാര്യം എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും കുറവ് ലിഥിയത്തിനായിരിക്കും അല്ലേ. ലിഥിയം ലെസ് ദാൻ ബെറിലിയം, ലെസ് ദാൻ ബോറോൺ, ലെസ് ദാൻ കാർബൺ, ലെസ് ദാൻ നൈട്രജൻ, ലെസ് ദാൻ ഓക്സിജൻ, ലെസ് ദാൻ ഫ്ലൂറിൻ. ഇങ്ങനെയായിരിക്കും നോൺ മെറ്റാലിക് നേച്ചറിൻ്റെ ട്രെൻഡ് വരുന്നത് പീരീഡ് 2-ൽ. പീരീഡ് 3 എടുത്താൽ ഏറ്റവും നോൺ മെറ്റാലിക് നേച്ചർ ഏറ്റവും കുറവായിട്ടുള്ളത് സോഡിയത്തിനായിരിക്കും. സോഡിയത്തിന് മെറ്റാലിക് നേച്ചർ കൂടുതലാണ്. സോ മെറ്റാലിക് നേച്ചർ ഏറ്റവും കുറവ് സോഡിയത്തിനായിരിക്കും. സോഡിയം ലെസ് ദാൻ മഗ്നീഷ്യം, ലെസ് ദാൻ അലൂമിനിയം, ലെസ് ദാൻ സിലിക്കൺ, ലെസ് ദാൻ ഫോസ്ഫറസ്, ലെസ് ദാൻ സൾഫർ, ലെസ് ദാൻ ക്ലോറിൻ. ഇങ്ങനെയായിരിക്കും പീരീഡ് 3-ൽ നോൺ മെറ്റാലിക് നേച്ചറിൻ്റെ ട്രെൻഡ് വരുന്നത്. ഇനി ഒരു ഗ്രൂപ്പിൽ ഡൗൺ പോയി കഴിഞ്ഞാൽ, ഡൗൺ ഒരു ഗ്രൂപ്പ് പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അതായത് മെറ്റാലിക് ക്യാരക്ടറിന് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും അല്ലേ. മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെയായിരിക്കും, ഡൗൺ എ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. സോ നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്തായിരിക്കും, ഡൗൺ എ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് ഡിക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഡൗൺ എ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, അറ്റോമിക് സൈസ്, ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ചെയ്യും, അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നത്, ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റിനേക്കാളും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്പർ ഓഫ് ഷെൽസിൻ്റെ ഇൻക്രീസ് ആണ്. ഓക്കെ, ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റിന് ഇന്നർ ഷെൽസ് ഷീൽഡ് പോലെ ആക്ട് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യുമെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞല്ലേ. അങ്ങനെ ഇന്നർ ഷെൽസ് ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റിനെ ഷീൽഡ് പോലെ ആക്ട് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യും. സോ നമ്പർ ഓഫ് ഷെൽസിൻ്റെ ഇൻക്രീസ് ആയിരിക്കും അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ ഡൗൺ എ ഗ്രൂപ്പിൽ പോകുന്ന സമയത്ത് സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യും. സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്താൽ എന്ത് പറ്റും, ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. അപ്പം ന്യൂക്ലിയസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനോടുള്ള അട്രാക്ഷൻ കുറയും. അങ്ങനെ അട്രാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇലക്ട്രോൺസിനെ ആ ആറ്റത്തിന് ഈസിലി ലൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈസിലി ആറ്റത്തിന് ലൂസ് ചെയ്താൽ എന്ത് ചെയ്യും, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നവരാണ്. സോ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. സോ ഡൗൺ എ ഗ്രൂപ്പിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് ഗ്രൂപ്പ് 17 എടുക്കാം. ഗ്രൂപ്പ് 17 എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാലജൻസ് ആണ് ഗ്രൂപ്പ് 17 അല്ലേ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. അപ്പോൾ ഈ ഡൗൺ ഗ്രൂപ്പിൽ പോകുന്ന സമയത്ത് എന്തായിരിക്കും, അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. അപ്പം ഈ ഹാലജൻസ് എടുത്താൽ അതിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും കൂടുതലുള്ളത് ഫ്ലൂറിനായിരിക്കും, ഏറ്റവും കുറവ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത് അസ്റ്റാറ്റിനായിരിക്കും. അപ്പോൾ ട്രെൻഡ് എങ്ങനെയായിരിക്കും, ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ, ഗ്രേറ്റർ ദാൻ ബ്രോമിൻ, ഗ്രേറ്റർ ദാൻ അയഡിൻ, ഗ്രേറ്റർ ദാൻ അസ്റ്റാറ്റിൻ. ഇതായിരിക്കും നോൺ മെറ്റാലിക് ക്യാരക്ടറിൻ്റെ ട്രെൻഡ് ഗ്രൂപ്പ് 17-ൽ.
അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റലോയിഡ്സ് ആർ എലമെൻറ്റ്സ് ദാറ്റ് ഹാവ് പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. നമ്മൾ ഒരു പീരീഡ് എടുക്കുമ്പോൾ മെറ്റൽസിൽ നിന്ന് നമ്മൾ മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞ് നോൺ മെറ്റാലിക് ക്യാരക്ടറോട്ട് മാറും അല്ലേ. ക്യാരക്ടറിൽ നിന്ന് നോൺ മെറ്റാലിക്കിലോട്ടൊരു ട്രാൻസിഷൻ പോകുന്ന സമയത്ത് ഇടയിൽ വരുന്ന എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസും നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസും കാണിക്കും. അങ്ങനെയുള്ള ബോത്ത് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് നേച്ചർ കാണിക്കുന്ന ടൈപ്പ് എലമെൻറ്റ്സിനെയാണ് മെറ്റലോയിഡ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പീരിയോഡിക് ടേബിൾ ഇങ്ങനെ ഗ്രേ കളറിൽ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഈ ഗ്രേ കളറിൽ കൊടുത്തിരിക്കുന്ന എല്ലാം എന്താണ്? മെറ്റൽസ് ആണ്. ഈ നമ്മൾ പീരീഡിൽ പോകുന്ന സമയത്ത് ക്രോസ് സെക്കൻഡ് പീരീഡ്, ഓക്കെ, ഈ സെക്കൻഡ് പീരീഡിൽ ലിഥിയം ടു നിയോൺ പോകുന്ന സമയത്ത് എന്താണ്? ലിഥിയം, ബെറിലിയം ഇവരൊക്കെ മെറ്റൽസ് ആണ്. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ഇവിടെ നിന്ന് പോകുമ്പോൾ കുറഞ്ഞു വരികയാണ്. അപ്പം ബോറോൺ എത്തുമ്പോഴത്തേക്കും എന്താണ്? മെറ്റാലിക് ക്യാരക്ടർ ഓൾമോസ്റ്റ് കുറഞ്ഞ് നോൺ മെറ്റാലിക്കിലോട്ട് ഒരു ട്രാൻസിഷൻ നടക്കാൻ പോവുകയാണ്. ഈ ബോറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെറ്റലോയിഡാണ്. ഓക്കെ, ബോറോൺ എന്ന് പറയുന്നത് മെറ്റലോയിഡാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ്? കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ അതൊക്കെ ഏതാണ്? നോൺ മെറ്റൽസ് ആണ്. നെക്സ്റ്റ് അടുത്ത തേർഡ് പീരീഡ് വരുമ്പോഴും ഫ്രം സോഡിയം ടു ആർഗൺ പോകുന്ന സമയത്ത് സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം അത്രയും വരെ മെറ്റൽസ് ആണ് അല്ലേ. സോ എന്നിട്ട് ആ മെറ്റൽസിൽ നിന്ന് നോൺ മെറ്റൽസിലോട്ട് ട്രാൻസിഷൻ നടക്കുന്നതിന് മുന്നേ നിൽക്കുന്ന ഈ സിലിക്കൺ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റലോയിഡാണ്. മെറ്റലോയിഡ് മീൻസ് മെറ്റൽസിൽ നിന്ന് നോൺ മെറ്റൽസിലോട്ടുള്ള ട്രാൻസിഷനിൽ വരുന്ന എലമെൻ്റാണ്. സോ ബോത്ത് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് നേച്ചർ കാണിക്കും. അങ്ങനെയുള്ളവരെയാണ് എന്തെന്ന് പറയുന്നത്? മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. എലമെൻറ്റ്സ് ദാറ്റ് ഹാവ് പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അങ്ങനെയുള്ള എലമെൻറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? മെറ്റലോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഓവറോളായിട്ട് ഇന്ന് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടറിനെ കുറിച്ചാണ് പഠിച്ചത്. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എലമെൻറ്റിന് മെറ്റാലിക് നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് ഈസിലി ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് പോസിറ്റീവ് അയോണായിട്ട് മാറാൻ പറ്റുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് മെറ്റൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ മെറ്റൽസൊക്കെ എങ്ങനെയായിരിക്കും? ഗുഡ് റെഡ്യൂസിങ് ഏജൻസ് ആയിരിക്കും. അതായത് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഒരു ആറ്റത്തിനുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? റെഡ്യൂസിങ് ഏജൻസ് ആയിട്ട് മാറും. ആ ടെൻഡൻസി കൂടുതലാണെങ്കിൽ, അതായത് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഒരു ആറ്റത്തിന് കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും? മെറ്റൽസ് റെഡ്യൂസിങ് പവറുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മെറ്റൽസ് എന്ന് പറയുന്നത് എപ്പോഴും ഗുഡ് റെഡ്യൂസിങ് ഏജൻസ് ആയിരിക്കും. മെറ്റാലിക് ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എക്രോസ് ഒരു പീരീഡ് പോകുന്ന സമയത്ത് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഡൗൺ ഒരു ഗ്രൂപ്പ് പോകുന്ന സമയത്ത് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ നോൺ മെറ്റാലിക് ക്യാരക്ടർ പറഞ്ഞു. നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിന് ഈസിലി ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് നോൺ മെറ്റാലിക് നേച്ചർ കാണിക്കും. അപ്പോൾ നമ്മൾ എക്രോസ് ഒരു പീരീഡ് പോകുന്ന സമയത്ത് എന്താണ്? നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഡൗൺ എ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. പിന്നെ നമ്മൾ മെറ്റലോയിഡ്സ് എന്താണെന്ന് പറഞ്ഞു. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാലിക് ആയിട്ടുള്ള ആറ്റത്തിനും നോൺ മെറ്റാലിക് ആയിട്ടുള്ള ആറ്റത്തിനും ഇടയിൽ വരുന്ന ട്രാൻസിഷൻ ഫ്രം മെറ്റൽ ടു നോൺ മെറ്റൽ ട്രാൻസിഷനിൽ നിൽക്കുന്ന ആറ്റംസ് ആയിരിക്കും. ഇവർ ബോത്ത് മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും നേച്ചർ കാണിക്കും. അങ്ങനെയുള്ളവരെയാണ് മെറ്റലോയിഡ്സ് എന്ന് വിളിച്ചത്. അപ്പം ഇത്രയാണ് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്ന പീരിയോഡിക് പ്രോപ്പർട്ടീനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന പീരിയോഡിക് പ്രോപ്പർട്ടിയെ പറ്റി പഠിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.